ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, നമ്മളിന്ന് പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഗൈസ്, സന്തോഷകരമായ ഒരു വാർത്തയും കൊണ്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ ഹിബയുടെ എൻഗേജ്മെൻ്റ് ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഹിബാക്ക് ഡ്രസ്സ് നോക്കാനായിട്ട് പോകുന്നു. ഇന്ന് എടുക്കുന്നില്ല, നമ്മൾ നോക്കി വെക്കാനായിട്ടാണ് പോണത്. എടുക്കാൻ നമ്മൾ കരിമോചാപ്പ നാളെ എത്തും. അപ്പം ഒത്തു പോകാനായിട്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുന്നു. ഇപ്പം അവർ വരും. ഞാനിങ്ങ് വീട്ടിലായതുകൊണ്ട് നമ്മുടെ അടുത്ത് ഒരുങ്ങാൻ പറഞ്ഞു. നമ്മളങ്ങനെ 3 പേരുടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ബാക്കി ബൈ. നെബുവിന്റെ കോസ്റ്റ്യൂം കണ്ടു. അങ്ങോട്ട് നിൽക്കും. കൊള്ളാമോ? കോസ്റ്റ്യൂം കൊള്ളാമോ? കൊള്ളാമോന്ന് വരും. അയ്യോ, ഇവിടെ അത്രയും ഓടി നടന്ന് കഴുത്തൊക്കെ വയ്ക്കാൻ. ശരിയാവില്ല, എല്ലാം തകർത്തെറിഞ്ഞ്. ഓക്കെ ഗായ്സ്, ഇനി അങ്ങോട്ട് കാണും. ബാക്കി വിശേഷങ്ങളെല്ലാം അങ്ങോട്ട് ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഇബാ സെരിൻ, നോക്കും മണവാട്ടി. അസ്ന സെരിൻ, ഹന സെരിൻ, ഷിഫാന. ഗൈസ് 15 ലിറ്റർ. 15 ലിറ്റർ. നമ്മൾ എവിടെയാണ് പോകുന്നത് ഗൈസ്? ഉറക്കെ പറയടി. ഹിബാ സാരും പറഞ്ഞ ഹോട്ടലിലാണ് ഗൈസ് നമ്മൾ വന്നത്. സർപ്രൈസ് ഉണ്ട്. അൺബോക്സിംഗ് ഉണ്ട്. എത്തിയില്ല അൺബോക്സ് ചെയ്യാൻ. ഹലോ, അനാച്ചി നമ്മൾ സാരി സെക്ഷനിൽ വന്നു. സാരിയാണ് ഹിബ നോക്കുന്നത്. ടോപ്പിലിരിക്കുന്ന മസാലയില്ലേ ഹിബ? അതിൻ്റെ ഗൈസ്, നമ്മൾ ലെഹങ്ക സെക്ഷനിൽ വന്നു. സാരി സെക്ഷനിൽ പോയി നോക്കി, ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ലെഹങ്ക സെക്ഷനിൽ വന്നു. എല്ലാം നോക്കിയിട്ട് ലാസ്റ്റ് ഏറ്റവും നല്ലത് എടുക്കാനുള്ള
തീരുമാനത്തിലാണ്. ഒരുപാടുണ്ട് ഗൈസ്, ഒരുപാട് കളക്ഷനുണ്ട്. നബക്കുട്ടനുണ്ട്. അതിന് നോക്കാം, നമുക്ക് ഇത് വരുമ്പോൾ നോക്കാം. പക്ഷെ ഒരുപാടുണ്ട് അല്ലേ? ഇല്ലേ? സാരി സെക്ഷൻ ഒരുപാടുണ്ടല്ലേ? ആ, കുറേ ഉണ്ട്. റേറ്റും അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ? സാരി എന്തുകൊണ്ടും പറ്റും. അത് ശരിയാ, കറക്റ്റ്. നല്ലത്. ഇതാണ് ഇവിടെ വന്നപ്പോ തൊട്ടുള്ള പ്രശ്നം. മീൻസ് അങ്ങനെ ഒരുങ്ങി നിന്ന എടുപ്പൊന്നുമില്ല. ഇപ്പൊ ലാസ്റ്റ് ഇട്ടത് മുമ്പത്തെ കാണും. കൊള്ളാം. ചേരുന്നത് ആയിക്കഴിഞ്ഞു. ആൾക്കാ കളർ ചേരുന്ന അപ്പൊ ഗൈസ്, അപ്പൊ ഇതെന്തോന്നൊക്കെ നെബുവിനെ നമ്മൾ കുറുക്കൊക്കെ കൊടുത്ത് ഇവിടെ ഇരുത്തി, അല്ലെങ്കിൽ അവൾ അവിടെ നിന്ന് ഓടും. ഒരു വല്ലാത്ത സഡൻ സർപ്രൈസ് അല്ലേ നമുക്ക്. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത പെട്ടെന്ന് നമുക്ക് എൻഗേജ്മെന്റ് വന്ന് അത് നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റത്തെ കാര്യം. അത് 5 വർഷം മുമ്പ് പിന്നെ നമുക്ക് കിട്ടി, ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് കിട്ടിയതായിരുന്നു കുക്കുടൂൻ്റെ ഇല്ല. അത് കഴിഞ്ഞിപ്പോൾ നമ്മളെല്ലാ ഫാമിലി വെയിറ്റ് ചെയ്തിരിക്കുന്ന അടുത്തൊരു കാര്യമായി. എനിക്കിപ്പോഴേ പറയുമ്പോഴേ എനിക്ക് കരച്ചിൽ വരും. ആദ്യം ഇങ്ങനെയാണ്, ഇപ്പം ഐക്കായും ഫാമിലിയും വന്നെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് കരഞ്ഞ ആള് ഐഷു ആണ്. ഐഷുവിൽ ഇപ്പോഴും ഹിവ കൊച്ചാണ്. എല്ലാവർക്കും അതെ, ആരും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ എല്ലാവർക്കും എന്നാൽ കല്യാണം വേണം പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് സങ്കടം വരും. എൻഗേജ്മെന്റിന്റെ വ്ലോഗ് ഇൻഷാല്ലാ നമുക്ക് എടുക്കാൻ നോക്കുകയാണെങ്കിൽ അതിലെല്ലാവരും ക്ലിപ്പ് കാണാൻ പറ്റും. എസ്പെഷ്യലി ഐഷു, പാപ്പ, ഉമ്മത്തെ ഇങ്ങനെ ഇമോഷണൽ ക്യാറ്റ്സ് ഇങ്ങനെ ഒരു കയ്യിൽ കാണാം. നല്ല വ്ലോഗ് എടുത്തോണ്ട് ഗൈസ് വ്ലോഗിലിട്ടില്ലായിരുന്നു വാലന്റൈൻ കപ്പിൾ കരുന്നു. അപ്പോൾ ഗൈസ് ഹിബ ലഹങ്ക ഇട്ടിട്ട് പിന്നെ ആഷിക്ക് നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പം അമ്മ എൻഗേജ്മെന്റിന് നമ്മൾ ആളെ പരിചയപ്പെട്ടു, റിവീൽ ചെയ്യും. അതെ തന്നെ. അതും വാലന്റൈൻ കപ്പിളിന്റെ യൂട്യൂബ് ചാനൽ റിവീൽ ചെയ്യും. പെട്ടെന്നായിരുന്നു ഗൈസ് എല്ലാം. നല്ലതുപോലെ നടക്കട്ടെ. ഇതിന്റെ ബേക്കിൽ കുറെ ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കാൻ അപ്പൊ എല്ലാവരും നമ്മളും ഈ പെണ്ണിനെ കാര്യം പറഞ്ഞു കൂടുതൽ കളിച്ചിട്ടില്ല. നമ്മുടെ എൻഗേജ്മെന്റ് പെട്ടെന്ന് വന്നുകൊണ്ട് ഒരാള് ടൂർ വരെ ഒരു തുള്ളി കണ്ണീർ കോളേജിലെ കുട്ടികൾക്ക് ഓൾറെഡി അടച്ച ഫീസൊക്കെ തിരിച്ചു വാങ്ങിച്ചു. അവള് 4 ദിവസത്തേക്ക് ടൂറ് പോവാൻ നിന്നതാണ്. പുതിയ ഷൂ ഒക്കെ വാങ്ങിച്ച് അതവിടെ കൊള്ളാം. കല്യാണത്തിന് പക്ഷെ നല്ല സാധനം അല്ലേ? എത്ര റേറ്റ്? 19,000. പാവാട കിട്ടിയ കൊള്ളാം. മേക്കപ്പ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഏകദേശം കുറച്ച് സമയമായി. ആള് വന്നില്ല ഇതുവരെ. ഇറങ്ങുന്നില്ല. സെറ്റ് ചെയ്തിട്ട് വരുമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹായ്, നല്ല വഴി കൈക്ക് വിളിച്ചുണ്ട്. ഹായ്, നല്ല വഴി. ഹായ്, സൂപ്പർ ഡി, മാഷാല്ലാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളി സെറ്റ്.
നല്ലല്ലേ? ഇതാന്നല്ലേ സാരിയെക്കാല് സൂപ്പർ. നിനക്ക് ഇഷ്ടമായ? നല്ല ഭംഗി. ഇഷ്ടമായ? ഹലോ കുക്കു. കേറി വരാൻ പറ, ഇത് കാണിക്കാൻ. ഒരെണ്ണം സെലക്ട് ആക്കി സെലക്ട് ആക്കി. അങ്ങനെ നമ്മൾ വെസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ഇറങ്ങി അല്ലേ? അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്, നൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ വാങ്ങിച്ചു. ഭയങ്കര മഴ ഗൈസ്, ഭയങ്കര മഴ. ഓ എന്തൊരു വെട്ടം നോക്കിയാണല്ലേ, നോക്ക് എന്തൊരു വെട്ടം, എല്ലാരും കാണാം. പിന്നെ അങ്ങനെ ഏത് ഫോൺ എടുത്താലും കാണത്തില്ല. പിന്നെ അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ ഹിബാച്ചിക്ക് ഡ്രസ് എടുത്തു, നമുക്കാർക്കും കിട്ടിയില്ല. രണ്ട് കടയിൽ കയറി, നമുക്കധികം ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോണു. ഇനി നാളെ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്. പറഞ്ഞത് ഫോൺ കട്ട് ചെയ്ത് കഴിക്കും. ഓക്കെ ഗൈസ്, ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ. ബൈ.